വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി ഈ ചാനലിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും മെയിൻ ഐറ്റമാണ് ലൈറ്റിംഗ്. ഇപ്പം 4-5 മാസം മുന്നേ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലിങ്ങനെ ഉണ്ട്, ഒരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടായിരുന്നു, ഒരു ബഡ്ജറ്റ് ലൈറ്റിംഗ് സെറ്റപ്പ് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. തീരെ പൈസ മുടക്കില്ലാതെ DIY ആയിട്ട് കാർഡ്ബോർഡൊക്കെ വെച്ച് തന്നെ ഒരെണ്ണം ചെയ്യാം. കാരണം നമ്മൾ ഇതിന് വരുമാനം കിട്ടാനോ ഒന്നും അറിയില്ലല്ലോ, ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളൊരു പരിപാടിയാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഒരുപാട് കാശ് ഇട്ടിറക്കണ്ട, തന്നെ എല്ലാം ചെയ്യാം, പയ്യെ ഒന്നോരോന്ന് പഠിക്കാമെന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ 4-5 മാസം മുന്നേ ആയിരുന്നു ഇങ്ങോട്ട് ഇത്. ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കാർഡ്ബോർഡ് അത് പല ദിവസങ്ങളായി നമ്മളിങ്ങനെ സ്കെച്ച് ചെയ്ത് വെക്കും. കട്ടിയുള്ള കുറച്ച് കാർഡ്ബോർഡ് കാണുമ്പം വൈകുന്നേരം വീട്ടിലോട്ട് കൊണ്ടുവന്ന കട്ട് ചെയ്ത് ഷേപ്പാക്കി നമ്മളെ പഴയ TV ഇല്ലേ, CRT മോണിറ്ററിൻ്റെ ഒക്കെ ഷേപ്പിൽ അതങ്ങനെ ആക്കി ഒരു ലൈറ്റ് വെച്ച് അകത്ത് അലുമിനിയം ഫോയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു റിഫ്ലക്ടർ പോലെ യൂസ് ചെയ്ത് ഏറ്റവും പുറത്തൊരു പേപ്പറോ വൈറ്റ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചൊരു സോഫ്റ്റ് ബോക്സ് സെറ്റപ്പിൽ DIY ആയിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു ഇനീഷ്യൽ ഒരു തോട്ട്. പക്ഷെ 4-5 മാസം മുന്നേ അത് കഴിഞ്ഞ് കുറച്ച് ചെറിയതായിട്ട് പൈസയൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് ആ സ്റ്റെപ്പ് എൻറ്റയർലി സ്കിപ്പ് ചെയ്യാൻ പറ്റി. കുറേ പേരൊക്കെ നോർമലി ഫസ്റ്റ് ചാനൽ തുടങ്ങുമ്പോഴൊക്കെ DIY ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ പക്ഷേ കുറച്ച് ഡിലേ ഞാൻ തന്നെ വരുത്തിയോണ്ട് ആ സെറ്റപ്പിലേക്ക് അത്രയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവേണ്ട ആവശ്യം വന്നില്ല. എന്നാലും എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയ ഐറ്റംസ് വെച്ച് ഒരു ചെറിയ ലൈറ്റിംഗ് സെറ്റപ്പ് നമ്മൾ ചാനലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കാശ് മുടക്കി 3 പോയിന്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പോൾ ജസ്റ്റ് ഒരു മെയിൻ കീ ലൈറ്റ് മാത്രം പേരിന് ഒരെണ്ണം വെച്ച് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അത് നമ്മുടെ മെയിൻ ലൈറ്റിംഗ് സെറ്റപ്പായിട്ട് എടുക്കാൻ പോവുകയാണ്. അതിൽ മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ്, ഒരു ഹോൾഡർ, പിന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ലൈറ്റ് ബൗൺസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വൈറ്റ് അംബ്രല്ല, നമ്മൾ മെയിൻ നോർമലി സ്റ്റുഡിയോസിൽ കാണുന്ന പോലത്തെ ചെറിയൊരു സാധനം. എന്നിട്ടൊരു ട്രൈപോഡിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പരുവത്തിന് ഒരു മെയിൻ സെറ്റപ്പ്. ഇപ്പോൾ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ഗോഡോക്സിൻ്റെ അല്ലെങ്കിൽ അപ്പേഴ്ച്ചറിൻ്റെ ഒക്കെ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉപയോഗിച്ച് നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റും. നിലവിൽ നമുക്കിപ്പം അത്രയ്ക്ക് വലിയ ലൈറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് ജസ്റ്റ് ഒരു ഫോൺ വെച്ച് നമ്മൾ ചെയ്ത് തുടങ്ങുമല്ലേ, പയ്യെ ആ ലെവലൊക്കെ എത്തുമ്പോൾ നമുക്ക് അതിലേക്കൊക്കെ മാറാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബൾബ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ഇപ്പോൾ T25 ബേസുള്ള ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കയറ്റാൻ പറ്റുന്നൊരു ബേസുള്ളൊരു ലൈറ്റാണ് യൂസ് ചെയ്തത്. 4500 ലൂമൻസിൻ്റെ. ഇനീഷ്യലി ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള എടുക്കണമെന്നായിരുന്നു, പക്ഷേ അത് ഭയങ്കര ഹാർഷ് ആകും എന്നൊരു തോട്ട് വന്നപ്പോഴേക്കും ഞാനത് 4500ലേക്ക് ചുരുക്കിയത്. വേറെ കമ്പനീസിൻ്റെയൊക്കെ ഡിം ചെയ്യാൻ പറ്റുന്നൊക്കെ ആയിട്ട് വേറെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ കളർ ടെമ്പറേച്ചറിൻ്റെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇനീഷ്യലി നമുക്ക് ഇത് മതി എന്നൊരു തോന്നൽ തോന്നി ഇത് ചൂസ് ചെയ്തു. അപ്പോൾ ഈ ബൾബ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഓൺ ആൻഡ് ഓഫിൻ്റെ നമുക്കിവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് എൻഡ് ഒരു ട്രൈപോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂവ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂമിൽ തന്നെ ലൈറ്റ് വെച്ചിട്ടുള്ളതാണ്. 2-3 ഓപ്ഷൻസ് കാണിച്ചു തരാം. അതായത് റൂമിൽ ലൈറ്റ് വെച്ച് പുതിയ കീ ലൈറ്റ് കൂടെ വെച്ച് ഒരു സെറ്റപ്പ്, റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കീ ലൈറ്റ് മാത്രം വെച്ച് വേറെ സെറ്റപ്പ്. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം, എങ്ങനെ ഉണ്ട്, ലൈറ്റ് വെച്ചിട്ടുള്ള പ്രയോജനം ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഇപ്പോൾ ലൈറ്റ് ഇല്ലാതെ എൻ്റെ റൂമിൽ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ലൈറ്റ് വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്
റൂമിലെ ലൈറ്റും കീ ലൈറ്റും വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ്. എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നെനിക്കറിയില്ല, ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് റൂമിൽ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ്. കീ ലൈറ്റ് മാത്രം വെച്ച് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നത് കീ ലൈറ്റ് മാത്രം വെച്ചിട്ടുള്ള വീഡിയോ ആണ്. എത്രത്തോളം ചേഞ്ച്, ഏതാണ് ബെറ്റർ നിങ്ങൾ വിഷ്വലി നോക്കുമ്പോൾ ഫസ്റ്റ് ആ റൂമിലെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ അപ്ഗ്രേഡ് കഴിഞ്ഞു, ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോകളെല്ലാം ഇത് ഡിഫോൾട്ട് ഓപ്ഷൻ പോലെ ആയിരിക്കും. നമ്മൾ ഇനി മുതൽ ലൈറ്റിംഗ് ഇതിലായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലെന്ന് കരുതുന്നു. നമ്മൾ എന്തായാലും റൂമിലെ സാധാരണ ലൈറ്റിനേക്കാളും മച്ച് ബെറ്റർ വിഷ്വൽസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എഡിറ്റ് ചെയ്യാൻ നേരം കാണാം. പൈസ മുടക്കിയുള്ള സെറ്റപ്പ് ഒക്കെയാണെങ്കിൽ നമ്മൾ കളർ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ കളർ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ ഒറ്റ ഒരു സെറ്റിങ്സേ ഉള്ളൂ. ലൈറ്റ് ഓൺ ആക്കി നമ്മൾ സോഫ്റ്റ് ബോക്സ് സെറ്റപ്പ് വെക്കുന്നു, ഫിൽറ്റർ ചെയ്ത് നമുക്ക് ലൈറ്റ് കിട്ടുന്നു. ആ വരുന്ന ഇൻറ്റൻസിറ്റിയിൽ അവിടെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ കൺട്രോളൊന്നുമില്ല. ഡിസ്റ്റൻസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇച്ചിരി ദൂരത്തോട്ട് അടുപ്പിച്ച് വെക്കുകയും ദൂരത്തോട്ട് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിക്ക് ചെറിയൊരു വേരിയേഷൻസ് വരുത്താം. അതല്ലാതെ ഇപ്പം നിലവിലുള്ള സെറ്റപ്പ് കൊണ്ട് വലിയ ചേഞ്ചസ് ഒന്നും അത്രയ്ക്ക് പോസിബിൾ അല്ല. എന്നാലും വലിയ കുഴപ്പമില്ലെന്ന് കരുതുന്നത്. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെന്ന് കരുതുക. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ലൈറ്റ് 3 പോയിന്റ് ലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. അതായത് മെയിനായിട്ടൊരു കീ ലൈറ്റ് കാണും. നമ്മളെ മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് അതായിരിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ ഇലുമിനേറ്റ് ചെയ്യുന്നത് ആ ലൈറ്റ് വെച്ചായിരിക്കും. പിന്നെ സൈഡിൽ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫിൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. എന്നിട്ട് ബാക്കിൽ നമ്മൾ RGBയുടെയോ എന്തെങ്കിലും ഒരു ആംബിയൻസിന് വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഒരെണ്ണം കൊടുക്കും. ഇത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് മൂന്നുമായിരിക്കും. പിന്നെ വേറെ വേണമെങ്കിൽ നമ്മൾ ചെറിയ LED സ്ട്രിപ്സ് അത് ഇതെന്ന് പറഞ്ഞ് ചെറിയ ഐറ്റംസ് അല്ലേ, നമ്മൾ ജസ്റ്റ് ഒരു ഇച്ചിരി കൂടെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി വേറെ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യത്തെ ആ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പം വ്യത്യാസമില്ലേ? ആദ്യത്തെ റൂമിൽ ലൈറ്റ് മാത്രം വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. എന്തായാലും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് താങ്ക്സ്. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.